Welcome back everyone, this is Pranay. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്മാർട്ട് ഫോൺ റിവ്യൂ ആയിട്ടാണ്. സാംസങ് നോട്ട് 20 അൾട്രയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിൽ കടന്നാലോ. ലെറ്റ്സ് ഗോ. സോ ഫ്രണ്ട്സ്, ഇതാണ് ലേറ്റസ്റ്റ് ആയി റിലീസായ സാംസങ് ഗാലക്സി നോട്ട് 20 അൾട്ര എന്ന് പറഞ്ഞ മോഡൽ. എനിക്ക് ഈ ഫോൺ റിവ്യൂവിനായി തന്നിരിക്കുന്നത് മർഹബ ഫോൺസ് ആണ്. അപ്പോൾ ഒരു ബിഗ് താങ്ക് യു. ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് $1,299 ആണ്. ഈ ഫോണിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാമറയും സ്പെസിഫിക്കേഷൻസുമാണ്. നോട്ട് 20 അൾട്ര മോഡൽ വരുന്നത് 6.9 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ്. കൂടാതെ 120 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അമേസിങ് യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫോണിൻ്റെ മാക്സിമം റെസൊല്യൂഷൻ 1440p ആണ്. എന്നാൽ ആ 1440p റെസൊല്യൂഷൻ 60 Hz യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഫുൾ HD 1080p സ്വിച്ച് ചെയ്യേണ്ടി വരും. ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് 208 grams ആണ്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ഹാൻഡ്ലിംഗ് പറയുമ്പോൾ ഒരു ബോക്സി ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ബ്രോൺസി കളറും മേറ്റ് ഫിനിഷും ആയതുകൊണ്ട് തന്നെ ഈ ഫോണിന് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് കളർ വേരിയൻസിൽ ഈ ഫോൺ ഇറങ്ങുന്നുണ്ട്. അതിലൊരെണ്ണം മിസ്റ്റിക് ബ്രോൺസ്, മിസ്റ്റിക് ബ്ലാക്ക് ആൻഡ് മിസ്റ്റിക് വൈറ്റ് എന്ന് പറഞ്ഞ മോഡൽസാണ്. പിന്നെ ഈ ഫോണിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന് സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. പിന്നെ ആസ് യൂഷ്വൽ USB-C പോർട്ടാണ് ചാർജിങ്ങിനായി വരുന്നത്. പിന്നെ ഈ ഫോണിന് വരുന്നത് 4500 mAh ബാറ്ററിയാണ്. പിന്നെ 25 വാട്ട് വയർഡ് ചാർജിങ്ങും 15 വാട്ട് വയർലെസ് ചാർജിങ്ങും 4.5 വാട്ട് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. ഇതിൻ്റെ CPU പറയുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 865+ ആണ്. Exynos 990 ഒക്ടാ-കോർ പ്രോസസ്സറാണ് ഈ സ്മാർട്ട് ഫോണിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് സ്പീഡും കപ്പാസിറ്റിയും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ 12 GB റാം വരുന്നുണ്ട്. കൂടാതെ 512 GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. മൈക്രോ SD കാർഡ് ഉപയോഗിച്ചുകൊണ്ട് 1 TB വരെ നമുക്ക് എക്സ്പാൻഡബിൾ സ്റ്റോറേജായി യൂസ് ചെയ്യാം. എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഫീച്ചർ വരുന്നത് നോട്ട് 20 അൾട്ര എന്ന വേരിയൻറ്റിൽ മാത്രമാണ്. ഇനി നമ്മളെല്ലാവരും കാത്തിരുന്നത് ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിലേക്ക് കിടക്കാം. ഈ ഫോണിന് 3 ലെൻസാണ് വരുന്നത്: സ്റ്റാൻഡേർഡ്, അൾട്രാ വൈഡ് ആൻഡ് ടെലിഫോട്ടോ. ഫ്ലാഷും ഡെപ്ത് സെൻസറും അതിൻ്റെ സൈഡിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുമ്പോൾ ഒരു ഹോൾ പഞ്ച് കട്ടോട് കൂടിയാണ് വരുന്നത്. അത് 10 MP f2.2 സെൽഫി ക്യാമറയാണ്. ഞാൻ ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം കളേഴ്സൊക്കെ നല്ല കോൺട്രാസ്റ്റും പോപ്പോട്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ എഡ്ജസൊക്കെ കുറച്ച് ഷാർപ്പൻഡായി തോന്നുന്നുണ്ട്. ഈ ഫോട്ടോസ് എല്ലാം സ്റ്റാൻഡേർഡ് ലെൻസിൽ 108 MP എടുത്താണ്. ഇത് സൂം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതിലെ ടെലിഫോട്ടോ ലെൻസ് ഒരു പെരിസ്കോപ്പിക് ലെൻസാണ്. അതുകൊണ്ട് 5x ഒപ്റ്റിക്കൽ സൂമും 50x വരെ സ്പേസ് സൂമും പറ്റും. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വീഡിയോ സ്റ്റെബിലൈസേഷനെയും കുറിച്ചറിയാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുമ്പോൾ നമുക്ക് ഈ ഫോണിൽ 720p 1080p 4K ആൻഡ് 8K റെസൊല്യൂഷൻ വരെയുള്ള വീഡിയോസ് എടുക്കാം. 8K 24 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയ ക്രോപ്പിങ്ങും വരുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റിയിലാണ് 8K ഫുട്ടേജ് ഔട്ട്പുട്ട് വരുന്നത്. അടുത്തത് 4K വീഡിയോ ആണ്. 4K വീഡിയോ നമുക്ക് 30 FPS 60 FPS ഷൂട്ട് ചെയ്യാവുന്നതാണ്. നല്ല സ്മൂത്ത് ആൻഡ് സ്റ്റെബിലൈസ്ഡ് വീഡിയോ നമുക്ക് കിട്ടുന്നുമുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാൻ സ്റ്റെബിലൈസേഷൻ മോഡ് ഓൺ ആക്കി എടുത്തിട്ടുള്ളതാണ്.
പിന്നെ സ്ലോ മോഷൻ്റെ കാര്യം പറയുമ്പോൾ 480 FPS 720p ഷൂട്ട് ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക്. കൂടാതെ അൾട്രാ സ്ലോ മോഷനായി 960 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. എന്നാൽ ഇതും ഒരു ലോവർ ക്വാളിറ്റി ഔട്ട്പുട്ടിലേ നമുക്ക് ലഭിക്കുള്ളൂ. സോ ഇതൊക്കെയാണ് ക്യാമറയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. എസ്പെഷ്യലി ഗെയിമിംഗ്, സ്ട്രീമിംഗ് അഥവാ വീഡിയോ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ ഈ ഫോൺ ബെസ്റ്റാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് ഐ സ്ട്രെയിൻ കുറയ്ക്കും. ശരിക്കും ആ വ്യത്യാസം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ കഴിയുന്നതാണ്. ശരിക്കും നല്ല സാറ്റിസ്ഫാക്ടറി ആയ വീഡിയോ വാച്ചിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഫോൺ നൽകുന്നത്. എസ്പെഷ്യലി ഈ ഫോണിൻ്റെ കർവ്ഡ് എഡ്ജസ് ഒരു വൈഡ് വ്യൂവിങ് ആംഗിൾ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. സാംസങ് ഗാലക്സി നോട്ട് 20യും S20യും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കലി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സ്പീക്കേഴ്സും ചാർജിങ് പോർട്ടും മൈക്ക് ഇൻപുട്ടും എല്ലാം ഒരേ സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റെക്ടാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറയാണ് ഇതിൻ്റെ ഒരു മെയിൻ സിമിലാരിറ്റി എന്ന് പറയുന്നത്. നോട്ട് 20ക്ക് 50x സ്പേസ് സൂമാണുള്ളത്. അതുപോലെ തന്നെ S20 അൾട്രയ്ക്ക് 100x സൂം വരെ പോകാം. പിന്നെ ഈ രണ്ട് ഫോണിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഫോണും 6.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഓവറോൾ നോക്കി പറയുമ്പോൾ രണ്ട് ഫോണും ഒന്നിനൊന്നും മെച്ചമെന്ന് പറയാം. എന്തായാലും ഞാൻ S20 അൾട്രനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ ഷുവറായി കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക and subscribe to my channel. This is Pranay signing out.